എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഈ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി പൈൽ നമ്പർ 1 ഈ ഒരു പിക്ചറാണ് എങ്കിൽ പൈൽ നമ്പർ 1 ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2 ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പൈൽ നമ്പർ 1 നിങ്ങൾ ഈ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1 ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പൈൽ നമ്പർ 1 ആദ്യം തന്നെ കിങ് ഓഫ് വോൺസ്, പേജ് ഓഫ് കപ്സ്, Judgment, Nine of Swords, King of Cups, Empress, and last one it Two of Wands energy connections. ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എനർജി കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാൻ ഉള്ള ചാൻസസ് പല സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനുള്ള ഒരു അവസരവും കഴിവുകളും ഒക്കെ നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളിലുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രനോറിയൽ എനർജിയാണ്. അതായത് ഒരു ബിസിനസ് വുമൺ, ബിസിനസ് മാൻ എനർജി, നാച്ചുറൽ ബോൺ ലീഡർ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പോകുന്നത് നമ്മൾ പലതിൻ്റെയും പുറകെ പോകുന്നു. സമൂഹം, മറ്റുള്ളവർ, ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ജോലിയിൽ എത്രയായിട്ടും സക്സസ്ഫുൾ ആകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ വേണ്ടത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് മുമ്പേ വന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകെ വന്നവർ നിങ്ങൾക്ക് മുമ്പേ എത്തുന്ന സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും സ്ട്രെസ്സാണ്. നിങ്ങളുടെ എനർജി ബിസിനസ് എനർജിയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ എങ്ങനെയാണെങ്കിലും ഒരു ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാക്കാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. കാരണം പലപ്പോഴായിട്ട് ചുറ്റുപാടും ഒരു 9 to 5 ജോബാണ് നല്ലത്. കാരണം അതാകുമ്പോൾ രാവിലെ പോയി വൈകുന്നേരം വരെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാം, വലിയ വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലരും പറഞ്ഞ് കേട്ടിട്ടില്ല. സ്വന്തമായിട്ട് ഒരിക്കലും ബിസിനസ് ചെയ്ത് നോക്കി, ബിസിനസ് ചെയ്യാൻ എളുപ്പം എന്നുള്ളത് ഇവിടെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഓരോരുത്തർ അവരവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത് സ്മൂത്ത് ആയിരിക്കും. ഇപ്പം നല്ല രീതിയിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരാൾ ഒരു നല്ലൊരു പൊസിഷൻ അതുപോലത്തെ ഒരു ഇടത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് സ്മൂത്ത് ആയിരിക്കും, പറ്റുന്ന കാര്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് ബിസിനസ് പറ്റില്ല, അവർക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ജോലി ചെയ്യുന്നു, ജോലിയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കും നിങ്ങളൊരു ഡ്രീമറാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഡ്രീമർ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആഗ്രഹങ്ങൾ, ഭയങ്കര ഇമാജിനറി അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ പറയുന്ന പലതും മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. കാരണം നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നല്ലൊരു ഇമാജിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ചിന്തിച്ച് ആ ഒരു ലെവലിൽ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് മാറിപ്പോൾ നമ്മൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എനർജി എന്ന് പറയുന്ന 2 തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, മറ്റാളുകളുടെ ചിന്തയിൽ നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഏതൊരു സ്വപ്നലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഇങ്ങനെയൊരു ലോകമുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഇമാജിനറി വേൾഡ് ശരിക്കും റിയൽ ആണ്, പക്ഷെ അതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ആ ഒരു വേൾഡിൽ ഒരിക്കലും മറ്റാരും എത്തിപ്പെടുന്നില്ല. ആ ഒരു കുട്ടി അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ കുട്ടി അതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതായത് ഇത് സൂചിപ്പിക്കുന്നത് ഡ്രീംസ്, സ്വപ്നങ്ങൾ, അത് ആ ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്നത് തെറ്റല്ല. പക്ഷേ അത് അങ്ങനെയുള്ളൊരു രോഗമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് തയ്യാറെടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്യൂരിയസ് ആയിട്ടിരിക്കുക, പല കാര്യങ്ങൾ, ഒരു സെൻസിറ്റീവ് ഡ്രീമറിൽ നിന്ന് ഒരു റിയൽ വേൾഡിലേക്ക്
അങ്ങനെ എന്താ പറയുക, ഇത് അൺറിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാതിരിക്കുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും അത് സാക്ഷാത്കരിക്കുന്നത് വരെ അതൊരു വെറും സ്വപ്നമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് അതിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് റിയാലിറ്റിയാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ജഡ്ജ്മെൻറ്റ് എനർജി സൂചിപ്പിക്കുന്നത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ലൈഫ് ജീവിക്കുന്നതൊരു മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, സ്വയം ജഡ്ജ് ചെയ്യുക. പലരെ സംബന്ധിച്ച് മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതിനെയോ നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു ഭയാനകമായിട്ടുള്ള വേർഷൻ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളെ ഒരു തരത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എവൈക്കനിങ് ആണ്. നിങ്ങൾക്കൊരു അപ്രൂവൽ എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ആളുകൾ എങ്ങനെയാണോ നിങ്ങളെ നോക്കിക്കാണുന്നത് അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ബയാസ്ഡ് ആയിട്ടുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ അവരുടെ കണ്ണിൽ കൂടിയാണ് നിങ്ങളെ തന്നെ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിന്തിക്കേണ്ടത് യു ഡോണ്ട് നീഡ് വാലിഡേഷൻ, മറ്റുള്ളവരിൽ നിന്നൊരു വാലിഡേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇതിൽ ചിന്തിക്കാതെ ചില സിറ്റുവേഷൻസ് റിസ്ക് ആണെന്ന് തോന്നാം, റിസ്കി ആയിരിക്കാം, പക്ഷേ അതിനെ അതിജീവിക്കാൻ അതിൽ മുന്നേറാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്കിപ്പോൾ അനിവാര്യമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ഒരിക്കലും എളുപ്പമല്ല അണ്ടിൽ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഓണസ്റ്റായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ, സ്വയം ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ അതിലേക്ക് മുന്നോട്ടേക്ക് ഇറങ്ങിപ്പോൾ അതായത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് ലോകം മറ്റുള്ളവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോയിങ് യുവർ ട്രൂ സെൽഫ്, നിങ്ങളുടെ ടോട്ടലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവെയ്ക്കണിങ്ങിലേക്ക് പോകുന്ന ഒരു എനർജി കൂടിയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ 9 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 9 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ഒരു ആങ്സൈറ്റി, ഒരു സ്ട്രെസ്സ്, അതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളത്. റിസ്ക് എടുക്കുക, അല്ലെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോയാൽ സക്സസ്ഫുൾ ആകുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നമ്മൾ പലപ്പോഴും സർക്കസിലൊക്കെ ആളുകൾ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ താഴെ നെറ്റ് കെട്ടും, എന്തെങ്കിലും പറ്റിയാലൊരു റിസ്ക്. അപ്പോൾ ആ ഒരു സേഫ്റ്റി നെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ഒരു വിശ്വാസക്കുറവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സേഫ്റ്റി നെറ്റ്, അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രപഞ്ചശക്തിയാണ്, ആ ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ഇത്രയും ഉയരത്തിൽ ഒരു ഊഞ്ഞാലിൽ ആടുക എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ധൈര്യമായിട്ട് ആ റിസ്ക് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്ന പ്രണയമാണ്, അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻസ് ആണ്. ഒരു സീക്കിങ് കണക്ഷൻ, ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രണയം, ഒരു വ്യക്തിയോടുള്ള പ്രണയം സോൾമേറ്റ് കണക്ഷൻ തന്നെ ആയിരിക്കണം എന്നില്ല. അതൊരു നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന എന്തിനോടാണ്, ആരോടാണെന്ന് ചിന്തിക്കും. ആ ഒരു പ്രകൃതി, ആ ഒരു പ്രപഞ്ചശക്തിയോട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ ഒരു രീതിയിലുള്ളൊരു ട്രൂ ലവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതായത് ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാണ് മുമ്പോട്ടേക്ക് പോകുക. അതായത് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ നിങ്ങൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് എനർജി, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് എന്നുള്ളത് കൂടി. അങ്ങനെ ഒരു സൈഡ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നോർമൽ പാട്ട്, ഡാൻസ്, ചിത്രരചന, ഇത്രയൊക്കെ പല ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് എന്തെങ്കിലും പല കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ക്രിയേറ്റീവ് സൈഡാണ്. അത് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഗാർഡനിങ് ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. കാരണം ഇപ്പോൾ ഗാർഡനിങ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെടികൾ നട്ടു വയ്ക്കുക എന്നുള്ളതല്ലല്ലോ. അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. കുക്കിംഗ് ക്രിയേറ്റീവ് എനർജിയാണ്. അതിന് ഇന്നൊരു ഭക്ഷണം ഇന്ന രീതിയിൽ ഇന്ന പോലെ പ്രസൻറ്റ് ചെയ്ത് എന്നുള്ളത് അതും ക്രിയേറ്റീവ് സൈഡാണ്. എംപ്രസ് എനർജിയാണ് അഗെയിൻ, അതൊരു പ്രഗ്നൻസി സിറ്റുവേഷനായിട്ട് സാഹചര്യമാകാം. പക്ഷേ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു സൃഷ്ടാവാവുകയാണ് നിങ്ങളൊരു അമ്മയാകുമ്പോൾ അല്ലെങ്കിൽ അച്ഛനാകുമ്പോൾ. കാരണം ഈ ഒരു ലോകത്തിലേക്ക് പുതിയൊരു സൃഷ്ടി, ഒരു ജീവനെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു എനർജി. കാരണം ഇവിടെ ഇത് ചില ആളുകളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഫീല് കാണുന്നുണ്ട്. മാതാപിതാക്കളാവാൻ പറ്റുമോ, അച്ഛനാവാൻ പറ്റുമോ എന്നുള്ളൊരു, അമ്മയാവാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെ, ആ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്
ചില ആളുകൾക്ക് വൈകിയായിരിക്കും, ചില ആളുകൾക്ക് സിറ്റുവേഷൻസ് എന്തെങ്കിലും മെഡിസിനോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ്, Page of Pentacles, 6 of Swords, Devil energy, Death card, Devil Death energy connections ആണ്. 10 of Cups energy and 4 of Pentacles energy connections ആയിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് എനർജി 6 of Cups എനർജി ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്കായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. നിങ്ങളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അർഹതപ്പെടാത്തവർക്ക് സഹായ ഹസ്തങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളത് തന്നെ പറയാം. കാരണം ഇവിടെ നിങ്ങൾ ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു, നിങ്ങൾ വളരെ ഒരു കൈൻഡ് ഹാർട്ടഡ്, വളരെ നല്ല വ്യക്തിത്വം, എല്ലാവരോടും ദയാദാക്ഷിണ്യമൊക്കെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു സാഹചര്യം വരികയാണ്. ഇപ്പോൾ ഒരു 2 ഭക്ഷണപ്പൊതികൾ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, 2 കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ 2 പീസ് മാത്രമാണ് അല്ലെങ്കിൽ 2 എണ്ണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2 പേരിൽ അവിടെ കൂടി നിൽക്കുന്നവരിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകളെക്കാൾ കൂടുതൽ തീരെ അർഹതയില്ലാത്ത 2 പേർക്കായിരിക്കും നിങ്ങളത് കൊടുക്കുന്നത്. കാരണം ബാഹ്യമായിട്ടുള്ള പ്രഹസനങ്ങളിലോ അല്ലെങ്കിൽ ഔട്ടർ ഡ്രാമ ആണ് നിങ്ങളെ അവരേക്ക് ഫിസിക്കലി കാണുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. ഇനിയെങ്കിലും അതിലേക്ക് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ട്രോമ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു കുട്ടി ഇപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല. അവരുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ കാലത്തിലെ കുട്ടിയായിട്ട് മാറാൻ ട്രോമ ബോണ്ടിങ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ആളുകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എപ്പോഴും നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വളർന്നിട്ടുള്ള കുട്ടി പലപ്പോഴും നർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളായിട്ട് കണക്റ്റഡ് ആവും. കാരണം നമ്മുടെ എല്ലാവരുടെയും സൈക്കോളജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് തൃപ്തരല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് ആണ്. ടു മേക്ക് പീസ് വിത്ത് പാസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഹെൽപ്പ് ആവശ്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ഒരു നമ്മുടെ ലൈഫിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടണം എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ ആ ആഗ്രഹത്തിനൊരു തീവ്രത ഉണ്ടാവുന്നില്ല. നമ്മൾ തീവ്രമായിട്ട് എന്താഗ്രഹിച്ചാലും നേടും എന്നുള്ളത്. പലപ്പോഴും ആഗ്രഹത്തിൻ്റെ തീവ്രത എന്ന് പറഞ്ഞാൽ ഒത്തിരി മനസ്സുകൊണ്ട് അത് വേണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനത് അർഹിക്കുന്നില്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്നെക്കൊണ്ട് പക്ഷെ അത് നേടാൻ പറ്റില്ലല്ലോ അത് ഇൻഡയറക്റ്റ്ലി നിങ്ങളൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരാണ്. അതായത് ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് തന്നെ നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഡിസേർവ് ദിസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് അല്ല ആ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യു വോണ്ട് ടു ബ്രിങ് ദാറ്റ് പ്ലാൻസ് ഡൗൺ ടു എർത്ത്, അത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആഗ്രഹിച്ച ആ ഒരു കാര്യം. പക്ഷെ ആഗ്രഹിച്ച കാര്യം ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക. ചില ആളുകൾക്ക് അതിനു വേണ്ടി സ്റ്റെപ്സ് എടുക്കാൻ മടിയാവും. ചില ആളുകൾ ഫെയ്ത്ത് തീരെ ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസമില്ലാതിരിക്കുമ്പോൾ എനിക്കത് വേണം പക്ഷെ അത് നടക്കുമെന്ന് ചിന്തിക്കുന്നത് ഇൻഡയറക്റ്റ്ലി ഞാനത് അർഹിക്കുന്നില്ല എന്നൊരു മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഇരിക്കുക, അതേസമയം തന്നെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പടപൊരുതുക കൂടി ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ഹോപ്സ് വിഷസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും അത് നടക്കുമോ എന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ചില കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ ലോജിക്കലായിട്ടല്ല തിങ്ക് ചെയ്യുന്നത്. 6 ഓഫ് സോർട്സ് എനർജിയാണ്. മുന്നോട്ടേക്ക് പോകാൻ ഒത്തിരി കഴിവുകളുണ്ടായിട്ടും നിങ്ങൾ എന്താ പറയുക, ഒരു എവിടെയോ നങ്കൂരം വിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നേറ്റം, പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസിഷൻ്റെ ഫേസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം ട്രാൻസിഷനാണ്. പക്ഷേ ഇത് സൂചിപ്പിക്കുന്ന സ്ട്രോങ് ട്രാൻസിഷൻ എനർജി, ഡെത്ത്, ഡെവിൾ, 6 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ്, ട്രാൻസിഷൻ. എഗെയിൻ 10 ഓഫ് കപ്സ് ഒരു തരത്തിൽ ട്രാൻസിഷൻ എനർജിയാണ്. എൻഡിങ് ഫേസ്, പുതിയ തുടക്കം. പേജ് ഓഫ് കപ്സ് പുതിയ തുടക്കം, 10 ഓഫ് കപ്സ് എൻഡിങ്. ഈ ഒരു എനർജിയാണ്. 6 ഓഫ് കപ്സ് ബാലൻസ് എനർജി കണക്ഷൻസ് ആണ്. 6 ഓഫ് കപ്സ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എവല്യൂഷനാണ്, പക്ഷേ തയ്യാറെടുക്കുന്നില്ല നിങ്ങൾക്ക് അതിന്. ഇപ്പോഴത്തെ ടൈം പീരീഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ വരുന്ന 6 മന്ത്സിനുള്ളിൽ. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എപ്പോഴും മാറ്റം, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ട് ഒരു ജോലി കിട്ടി, 2 വർഷമോ 3 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ ഡിസ്റ്റർബ് ആകും, കാരണം നിങ്ങൾക്ക് മാറ്റം പറ്റില്ല, ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണം. പക്ഷെ ലൈഫ് ഒരിക്കലും അങ്ങനെയല്ല, മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ മുന്നോട്ടേക്ക് ഉണ്ടെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള മാറ്റം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക, നിങ്ങൾ പാനിക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം നേടാം, ഒരു സപ്പോർട്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ലൈഫ് ഒരു കുറച്ച് കാലം സ്മൂത്തായിട്ട് ഓടിക്കഴിയുമ്പോൾ അതിനൊരു മാറ്റം അനിവാര്യമാണ്. അപ്പം ആ മാറ്റം വരുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച നെക്സ്റ്റ് ഫേസിലേക്ക് സ്മൂത്തായിട്ട് പോകാം. പക്ഷേ അത് നമ്മളതിനെ പ്രതികൂലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പറയില്ല, സ്ട്രഗിൾ ചെയ്തത് നമ്മളെ തകർത്തത് പോകും. ഇപ്പോൾ വെള്ളത്തെ നമ്മൾ തടയാൻ പറ്റില്ല, നമ്മളത് തടഞ്ഞ് ഏത് രീതിയിൽ വെച്ചാലും അതിൻ്റെ ഒരു ബലം കാരണം അത് നമ്മളെ തട്ടിയിട്ടിട്ട് മുന്നോട്ടേക്ക് പോകും. ഈ ഒരു എനർജിയാണ് ഇവിടുത്തെ ഒരു എനർജി, ഡെവിൾ എനർജിയാണ്. പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളെ തിരിച്ചറിയാനുള്ളൊരു കഴിവ്, അത് നിങ്ങൾക്ക് വളരെയധികം കുറവാണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി, ടോക്സിക്, അബ്യൂസീവ് ആളുകൾ ചെന്ന് പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നിങ്ങൾ ചെന്ന് പെടുന്ന പലയിടങ്ങളിലും എന്തെങ്കിലും ഇതേപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഓരോരുത്തർ പല സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരുത്താതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ചില ആളുകൾ പറയും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും, മറ്റുള്ളവരോടൊന്നും ചെയ്യുന്നില്ല, എന്നോട് മാത്രം. അപ്പോൾ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. ഒരിക്കലുമല്ല, മറ്റുള്ളവരോട് അവരത് ചെയ്യുന്നില്ല എങ്കിൽ അവരോട് ചെയ്യുന്നില്ല, നിങ്ങളോട് അങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. എല്ലാവരും എല്ലാവരോടും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ നല്ലതോ ചീത്തയോ എന്നുള്ളത്, എല്ലാത്തിലും നല്ലതും ചീത്തയോ ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് ചീത്തയാണെങ്കിൽ അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യാം. എൻഡ് ദ റിലേഷൻഷിപ്പ് ആണ്, ഡെത്താണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി നെഗറ്റീവ് ഫീൽസാണ് നിങ്ങൾ. പക്ഷേ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യേണ്ടയിടത്ത് എൻഡ് ചെയ്യാം. അതിന് എത്ര അടുത്ത ബന്ധമാണെങ്കിലും അത് നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നുണ്ടെങ്കിൽ അതിനൊരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക തന്നെ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ലൈഫാണ് നഷ്ടപ്പെടുത്തി നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റേബിളായിട്ട് അധികം നാൾ പോവില്ല. കുറച്ച് നാൾ സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും. ആ മാറ്റം ഒരു ചാലഞ്ചോ നെഗറ്റിവിറ്റി ആയിട്ട് കാണുന്നു നിങ്ങൾ എന്നുള്ളതാണ്. ആ രീതി കാണാതെ ഓക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു, ഇനി ഇതിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോയാൽ ലൈഫ് ഒരു ബ്ലെസ്സിങ് തന്നെയായിരിക്കും. നിങ്ങൾ 10 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ്ങും പുതിയ തുടക്കവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻഡിങ്ങും പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും എൻഡ് ചെയ്യും തുടങ്ങുകയും ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിൽ ട്രാൻസിഷൻസ് വരുന്നില്ല. അപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സൗഹൃദങ്ങളാണ്. അത് ചില വ്യക്തികൾ മാറുന്നുണ്ടെങ്കിലും സൗഹൃദം ജനറലായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും.
ഫാമിലി ആയിരിക്കും, ചില പ്രത്യേക വ്യക്തികൾ, ഫാമിലിയിലുള്ള ചില പ്രത്യേക വ്യക്തികളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നും സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ എന്നും സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ ജോലിയും സ്റ്റേബിൾ തന്നെയാണ്, പക്ഷേ ആ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറും. പക്ഷെ അത് നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇനി പൈൽ നമ്പർ 3, ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. Ten of Swords, Star card, Knight of Wands, Queen of Pentacles, Temperance, Hierophant, Six of Wands energy. ആദ്യം തന്നെ 10 of Swords എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈസിലി ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. കാരണം പല സിറ്റുവേഷൻസ് ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ കൊണ്ട് മുന്നേറാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ പല കാലങ്ങളായിട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു എനർജിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പെയിൻഫുൾ എൻഡിങ്സ് ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നൊരു സമയമാണ് ഇപ്പോൾ ടു ഫൈൻഡ് ഡീപ്പ് ഹീലിംഗ്. ആ ഒരു ഹീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി പുറകിൽ നിന്ന് അല്ലെങ്കിൽ ആളുകൾ മാറി നിന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സൗഹൃദം പിടിച്ചു പറ്റിയിട്ട് പുറകിൽ നിന്ന് കുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ, പുതിയ ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരു ഭയമാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുന്ന പറയുന്ന പോലെ നിങ്ങളുടെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരുന്നു അത്. പക്ഷേ ഒരു രാത്രിക്ക് ശേഷം പിന്നെ ഒരു പകലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഠിനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റിവിറ്റി ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ പാത്തിൽ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായതാവാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളത് ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് വിട്ട് കളഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അങ്ങനെ പോകാതിരിക്കുക ലൈഫിൽ നിങ്ങൾക്ക് ഇനിയും പല സാധ്യതകളും ജീവിതത്തിലുണ്ട്. ഒരു ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള കരിയർ പാത്തെന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ പെട്ടെന്ന് വിട്ട് കളയുക, ഗീവ് അപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തകൾ മാറ്റിവെക്കുക. കാരണം നിങ്ങൾ വിചാരിക്കാത്തത് കൊണ്ടും നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടുമാണ് അത് പറ്റാത്തത്, അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല. നിങ്ങൾ പല സിറ്റുവേഷൻസിൽ വീണ് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാറില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതിന് പകരം നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ട്, ദൈവാനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നല്ല ശ്രമങ്ങൾ നടത്തിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാം. പിന്നെ പല ആളുകളും ചിന്തിക്കുന്നത് എനിക്കൊരു ലക്കില്ല എന്നുള്ള രീതി, എനിക്കൊരു ഭാഗ്യമില്ല, ദൈവാനുഗ്രഹം ഇല്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾ നോക്കി കാണുന്ന രീതിയുടെ വ്യത്യാസമാണ്. അപ്പോൾ സിറ്റുവേഷൻസ് പലതും വരുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ എന്തിനു സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ അത് വേസ്റ്റ് ആയിരുന്നെങ്കിൽ അത് ഏത് ലെവലിലേക്ക് എത്തിയേനെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും മിറാക്കിൾ സംഭവിച്ചിട്ട്, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളാണ് ഓർമ്മയിൽ വയ്ക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കാറില്ല. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുക അതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് ഇത്ര സങ്കടം. സന്തോഷമുള്ള കാര്യം ചോദിച്ചാൽ അങ്ങനെ വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് പറയും. അതായത് സന്തോഷം അത്രയും വലിയ സന്തോഷമായിരിക്കുമെങ്കിൽ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ പലരും. അല്ലാത്ത സന്തോഷങ്ങളൊന്നും പലരും അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വരുത്തുക. ബി ഗ്രേറ്റ്ഫുൾ. ആദ്യം തന്നെ പറയാം, ലൈഫിലുണ്ടായിട്ടുള്ളൊരു ട്രോമ കൊണ്ടാവാം നിങ്ങളിങ്ങനെയായത്. പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം.
നിങ്ങളുടെ ജീവിതത്തിന് നമ്മൾ പറയില്ലേ സന്തോഷം മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ അത് കണ്ടെത്തണം എന്നുള്ളത്. ആ ഒരു ഭാഗ്യം ദൈവാനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യു ആർ ബീങ് ബ്ലെസ്ഡ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പല സിറ്റുവേഷൻസിലും നിങ്ങൾ ചിന്തിച്ചാൽ ആ ഒരു സാഹചര്യം അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ, അത് മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ അതിൻ്റെ പര്യവസാനം എത്ര ദുർഘടം പിടിച്ചതാണെന്ന് ഒന്നിരുന്ന് സമാധാനപൂർവ്വം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങളൊട്ടും ഗ്രേറ്റ്ഫുൾ അല്ല എന്നുള്ളതല്ല, പക്ഷേ അത്രയ്ക്കല്ല, നിങ്ങൾ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആകേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ലൈഫിൽ എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പാഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനൊക്കെ ഒരു കഴിവ് നിങ്ങളിലുണ്ട്. പക്ഷെ എന്താണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വിട്ട് കളയുക, ഗീവ് അപ്പ് ചെയ്യുക, ഒരു പ്രൊക്രാസ്റ്റിനേഷൻ, സ്വയം വിശ്വാസമില്ലായ്മ, ഇതൊക്കെ അൺഫോക്കസ്ഡ് എനർജിയാണ്. പല സിറ്റുവേഷനിലും നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നശിക്കുന്നതിന് ഒരു സെൽഫ് സാബോറ്റേജ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വയം നശിക്കുന്ന ഒരു ലെവലിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അവരുടെ കൂട്ടത്തിൽ നമ്മൾ പറയില്ലേ, ആടുകളെ ചെമ്പരി ആട് പോലെ ആട്ടിടേനെ എന്ത് പറയുന്നു ആ വഴിക്ക് പോകുന്നു, അല്ലാണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, തീരുമാനിക്കുന്നില്ല. നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക, കൂട്ടം ഹേർഡ് മെൻറ്റാലിറ്റി, അതായത് എന്താണ് മറ്റുള്ളവരുടെ കൂടെയുള്ള എല്ലാവരും ഏത് വഴി പോകുന്നു ആ വഴി തന്നെ പോകുന്നു എന്നുള്ളത്. ചില സാഹചര്യങ്ങളിൽ അവർ പോകുന്ന വഴിയെ പോകുന്നതായിരിക്കില്ല നിങ്ങളുടെ വഴി. നിങ്ങളുടെ വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതിലേക്ക് പോവുക. ഷിഫ്റ്റ് ടു ദ ഫ്രീഡം, അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് എന്താണോ എങ്ങനെയാണോ അതിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഒരു ഹൈ സ്പിരിറ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക എനർജിയാണ് നൈറ്റ് ഫോൺസ് എനർജി നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വന്നിട്ട് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് വളരെ ഇൻഡിപെൻഡൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷേ നിങ്ങൾ ചുറ്റുപാടും വളർന്നു വന്ന സാഹചര്യം, പല ആളുകളുടെ ഇടപെടൽ നിങ്ങളുടെ ബാല്യത്തിലുണ്ടാവുകയും നിങ്ങൾ വളരെയധികം എന്താ പറയുക തീരെ സ്വാതന്ത്ര്യമില്ലാതെ അല്ലെങ്കിൽ വളരെയധികം അടച്ചുപൂട്ടി വളർത്തി പല പല കാരണങ്ങളുണ്ട് ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവേണ്ടുന്ന നിങ്ങൾ വളരെയധികം എന്താ പറയുക മറ്റുള്ളവർക്ക് അടിമപ്പെട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സെൽഫ് വർത്ത് വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ലെവൽ അപ്പ്, മുകളിലേക്ക് നിങ്ങൾ ഉയരേണ്ടുന്ന സമയമായി. പേ അറ്റൻഷൻ, നിങ്ങൾ സേഫാണ്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസിറ്റീവ് മെസ്സേജാണിത്. വളരെ ക്രിയേറ്റീവ് കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണ് എന്നുള്ളതിനനുസരിച്ച് ചിന്തിക്കുകയും എന്താ പറയുക എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനനുസരിച്ചുള്ള നിങ്ങൾ വളരെ സ്ട്രോങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് വീട്ടിലെ ജോലി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ വർക്ക് പോകുന്നതുകൊണ്ട് വീട്ടിലെ കാര്യം നോക്കുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല പല കാരണങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതായത് ജീവിതത്തിലൊരു സ്ഥിരത, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കുക. ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജോലിയും വീട്ടിലെ കാര്യങ്ങളുമാണ്. കാരണം വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. രണ്ടിടങ്ങളിലും വേണ്ട കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഹൈറഫൻ്റ് എനർജിയാണ്. അപ്പോൾ ഹൈറഫൻ്റ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻഡിപെൻഡൻറ്റ് എനർജി ഉണ്ട്. പക്ഷെ വളർന്ന രീതിയും കൊണ്ട് നിങ്ങൾ ആ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് പേഴ്സണായിട്ട് മാറിയില്ല. പക്ഷേ ആ ഒരു എനർജി ഉള്ളിലുള്ളത് കൊണ്ട് അത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നുകൊണ്ട് അത് അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് പിടിച്ചിരിക്കുന്നത്. അതായത്
സ്ട്രോങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി അവരുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യമൊട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ളിലുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് ചില സാഹചര്യങ്ങളിൽ സഹായം ചോദിക്കാനായിട്ടൊരു വീട്ടിലുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ചില പ്രത്യേക, പക്ഷേ ജനറലായിട്ട് മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ടത് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. കാരണം നിങ്ങൾക്കത് കുറഞ്ഞു പോകുന്നൊരു ചിന്ത, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ വേണ്ടിടത്തൊട്ട് സഹായം ചോദിക്കുന്നുമില്ല, വേണ്ടാത്തിടത്ത് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആവശ്യമുള്ളതിടത്ത് നിങ്ങളത് ചോദിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.